അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് വെയ്റ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് ഞാനിന്ന് ഒരു വെറൈറ്റി ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ധാരാളം ഫൈബർ കണ്ടൻറ്റും ധാരാളം നാരുകളടങ്ങിയതുമായ നമ്മുടെ ഇതുണ്ടല്ലോ ഓട്സ് കൊണ്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ആണെന്ന് മാത്രമല്ല അടിപൊളി ടേസ്റ്റുമാണ്. നമുക്കത് തിന്നാൽ നമുക്ക് കൂടുതൽ വിശപ്പൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വയറ് ഇങ്ങനെ നിറഞ്ഞിരിക്കണ പോലെ തോന്നും കേട്ടോ. അതല്ല നല്ല മയമാണ്. നമ്മൾ ഇങ്ങനെ അരച്ച് കഴിഞ്ഞാൽ അത് പുളിക്കാനൊന്നും വെക്കണ്ട കേട്ടോ. അതിങ്ങനെ കൂടുതൽ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാം. നല്ല സോഫ്റ്റാണ്. നല്ലോണം നെയ്യൊക്കെ ഇട്ടിട്ട് നല്ലോണം മൊരിച്ചെടുത്ത് നമുക്ക് വെറുതെ കറികളൊന്നും ഇല്ലാതെ കഴിക്കുകയും ചെയ്യാം. അതിന് വേണ്ടി ഒരു ചട്നി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ. തേങ്ങാ ചട്നിയല്ല, തക്കാളി ചേർത്തിട്ടുള്ള ഒരു ചട്നി. അടിപൊളിയാട്ടോ ഈ ചട്നി നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും അപ്പത്തിനും എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ചട്നിയാണ്. ഇതിന് ഞാൻ ഈ ചട്നിയാണ് ഉണ്ടാക്കിയത്. ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലി, 3-4 വെളുത്തുള്ളി. നമുക്ക് വെളുത്തുള്ളി കൂടുതൽ ചേർത്താൽ അത്രയും നല്ലതാട്ടോ, ടേസ്റ്റ് ഉണ്ടാവും. വെളുത്തുള്ളി ചേർക്കുക. അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് വീട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര. കാരണം ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. എല്ലാത്തിനും ഞാൻ അളവുകൾ ഞാൻ പറയാറില്ല. പക്ഷെ അളവിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ എത്ര വീട്ടിലേക്ക് ആർക്കൊക്കെ ഉണ്ടാക്കണോ അത്ര അതനുസരിച്ച്. ഇപ്പോൾ 2 പേരുണ്ടെങ്കിൽ 2 പേർക്കുള്ളത് ഉണ്ടാക്കാം, 4 പേരുണ്ടെങ്കിൽ 4 പേർക്കുള്ളത് ഉണ്ടാക്കാം. ഇപ്പം ഞങ്ങൾക്ക് 2 പേരുള്ളൂ. അപ്പം ഞങ്ങൾ 2 പേർക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും അതിനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് സവാള എടുത്ത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം തക്കാളി അത്രയും എടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ. ഞാൻ ഈ ചെടിച്ചട്ടിയിലൊക്കെ നട്ട് പിടിച്ച് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് പച്ചമുളക് ഞാൻ പുറത്തുനിന്ന് പച്ചമുളക്, വേപ്പില ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല. അതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. വിഷങ്ങളൊന്നും ചേർക്കാത്ത ആവശ്യത്തിന് ചെറിയ വളങ്ങൾ, പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടാക്കണതാണ്. നമുക്ക് സമയമുള്ളപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. നമ്മളെപ്പോലെ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ എന്നിട്ട് അതിലേക്ക് അത് നല്ലോണം വഴണ്ടൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഡ്രൈ ആവണം. ഉള്ളിയുടെയൊക്കെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഇടണം. തക്കാളി ഇട്ട് അത് നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട്, പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ് ഇട്ടേക്കണം. നല്ല എരിവുള്ള പച്ചമുളക്, നല്ല ടേസ്റ്റ് ഉള്ളത്, നല്ല മണമുള്ള പച്ചമുളക് കേട്ടോ. അപ്പോൾ അത് 2 ചേർക്കണം. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂണ് ഇത് ചേർത്തിട്ടുണ്ട് ഞാൻ, കാശ്മീരി മുളക് പൊടി. അതും കൂടി ചേർത്തിട്ട് നല്ലോണം മൊരിഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം. ചട്നിയുടെ പരുവത്തിൽ അരച്ചെടുക്കുന്നുണ്ടോ. ഇങ്ങനെ അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് നല്ല ടേസ്റ്റ്, ചോറിനൊക്കെ കൂട്ടാട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാനിങ്ങനെ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഞാനിങ്ങനത്തെ ചട്നിയാണ് ഉണ്ടാക്കാറ്. ഇത് അടിപൊളിയാണ്. വെള്ളമൊന്നും ചേർത്ത് താളിക്കൊന്നും വേണ്ട, നമ്മൾ എണ്ണയിലിട്ട് ഇതാക്കി എടുത്തേക്ക്. അപ്പം ഇനി അത് ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഞാൻ ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് ഞാൻ റോൾഡ് ഓട്സാണ് എടുത്തേക്കണം. റോൾഡ് ഓട്സ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഹെൽത്തിയാണത്. നല്ല സാധനം, വലിയ ഓട്സാണത്. നമുക്ക് റോൾഡ് ഓട്സ് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാട്ടോ, നല്ലതാണ്. അത് ഞാനൊരു 5 മിനിറ്റ് 1 കപ്പ് റോൾഡ് ഓട്സും എനിക്ക് ആവശ്യമുള്ളത് അവരവരുടെ ആവശ്യത്തിനെടുക്കുക. അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ ഈ ദോശക്കൊന്നൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു മൊരിഞ്ഞിട്ട് നല്ലൊരു മണവും ടേസ്റ്റും വരും. അതിന് ഞാൻ 1 ടീസ്പൂൺ പരിപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 കുഞ്ഞുള്ളി, പിന്നെ ഒരു 2 ചെറിയ കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് ഇത് നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ദോശയുടെ കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ദോശയുടെ പരുവത്തിലായിരിക്കണം. ആ കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കുന്ന ആ പരുവമായിരിക്കണം. അപ്പോൾ അധികം വെള്ളം ചേർക്കരുത്. എന്നിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നല്ല കനം കുറച്ച് പരത്തി നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് പച്ചമുളക് ഉണ്ടോ, ഞാനിത് ഇവിടെ നട്ടേക്കുന്നതാണ്. അത് പറിക്കാൻ പോവാം. അതാണ്ടോ ചട്ടിക്കകത്ത് നട്ടേച്ചേക്കാണ്. ഇഷ്ടംമാതിരി പച്ചമുളക് ഉണ്ടാവും കേട്ടോ.
ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളൊന്നും വളം കാര്യമായിട്ടൊന്നും ചേർക്കണ്ട. നമുക്ക് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രം ചേർക്കുക. ഇടക്കിടക്കൊന്ന് അതിൻ്റെ ചുവടുണ്ടല്ലോ ഒന്ന് ഇളക്കി മാന്തി കൊടുക്കണേ. മാന്തി കൊടുത്തതിന് ശേഷം ഈ പച്ചക്കറിയുടെ വേസ്റ്റ് 2-3 ദിവസമൊക്കെ ആയത് ഒരു പാത്രത്തിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വെച്ചേക്കാം. അത് നല്ലോണം നല്ല സോഫ്റ്റായിട്ട് ആ വളം പോലെ ആവും. അത് ഒരു ഇങ്ങനെ നമുക്കിങ്ങനെ പേസ്റ്റ് പോലെ ആവുന്ന സമയത്ത് വിരലുകൊണ്ട് അല്ല ഒരു വടിയെടുത്ത് നല്ലോണം ഇളക്കിയിട്ട് മണ്ണ് കുറച്ച് മാന്തിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചാൽ മതിയിട്ട് എല്ലാം കൂടി ഒരു ചോട്ടിലേക്ക് ഒഴിച്ച് ചിലപ്പോൾ ആ ചെടി അങ്ങ് കരിഞ്ഞു. അപ്പോൾ കുറച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി എല്ലാ ചെടികൾക്കും കുറേശ്ശെ ഒഴിക്കുക. എന്നിട്ട് മണ്ണ് അതിൻ്റെ മുകളിലേക്ക് കൂട്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം തളിച്ചു കൊടുക്കുക. അല്ലാതെ വേറെ ഒരു കീടനാശിനി പോലും തെളിക്കേണ്ട ആവശ്യമില്ല. അഥവാ എന്തെങ്കിലും പുഴുക്കളോ അങ്ങനെയുള്ള വെള്ളപ്പൊടി പോലത്തെ ഒരു സാധനമൊക്കെയാണ് വരിക. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് നല്ല വെള്ളം ചേർക്കണം. 1 കപ്പ് കഞ്ഞിവെള്ളം ആണെങ്കിൽ ഒരു 10 കപ്പ് വെള്ളമെങ്കിലും ചേർത്തിട്ട് നേർപ്പിച്ച് അതിന് മുകളിലൊന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. തളിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് മുളകിൻ്റെ മുകളിലുള്ള എല്ലാ പാടും മാറി നല്ലോണം മുളകുണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാൻ അത് ഇതിപ്പോൾ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പരുവത്തിൽ അടിച്ചെടുത്തിട്ട് ആ മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് അതും കൂടി ഒഴിക്കാം. ഇതുപോലത്തെ കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. ഇങ്ങനത്തെ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ആ ചുട്ടെടുക്കാനായിട്ട് ഒരു ചട്ടി നമുക്ക് ദോശക്കല്ലോ ഏത് വേണമെങ്കിലും വയ്ക്കാം, ഫ്രൈ പാനോ ഇങ്ങനെയുള്ളത് എന്താണെങ്കിലും വെച്ച് നമുക്ക് നല്ല മൊരിഞ്ഞ് ചുട്ടെടുത്തതിന് ശേഷം ഈ ചമ്മന്തിയും കൂട്ടി അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തേക്കണേ. ഓൾ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കും. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ മുറാദുകളും എല്ലാ ആഗ്രഹങ്ങളും പടച്ചവൻ നിറവേറ്റി തരുമാറട്ടെ. നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ആ ആഗ്രഹം അല്ലാഹു തആല നിറവേറ്റി തരുമാറാട്ടെ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഹൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ഇടങ്ങേറുകളും മാറ്റി എല്ലാ ഷർറുകളും മാറ്റി നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും നീ ആയുസ്സും ആരോഗ്യ ആഫിയത്തും തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസ്സും ആരോഗ്യ ആഫിയത്തും തരണേ തമ്പുരാനെ. നീ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റബ്ബേ. ഇടങ്ങേറുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കാക്കണേ റബ്ബേ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും നീ നിറവേറ്റി തരണേ റബ്ബേ. കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും തരണേ തമ്പുരാനെ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആമീൻ ആമീൻ യാ റബ്ബുൽ ആലമീൻ. അപ്പോൾ എല്ലാവരും ഈ ദോശയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിത് വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ സാധാ ദോശയൊക്കെ കഴിക്കണം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കൂടുതൽ വിശക്കത്തില്ല. നമുക്ക് കൂടുതൽ ചോറ് തിന്നണം അങ്ങനെയുള്ള ടെൻഡൻസി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെയൊക്കെ വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതൊക്കെ കഴിക്കണം കേട്ടോ. അവർക്ക് ഇതൊക്കെ കഴിച്ചാൽ നല്ല ഹെൽത്തി ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് അവിടെ ഇവിടെ തൂങ്ങിക്കിടക്കുന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് ചുങ്ങി അത് പെട്ടെന്നൊന്നും ആവില്ല കേട്ടോ. പതുക്കെ ആവുള്ളൂ. നമ്മളിപ്പോൾ വെയിറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഞാനിത് കഴിച്ചു എനിക്ക് വെയിറ്റ് കുറഞ്ഞില്ല അങ്ങനെ പറയരുത് കേട്ടോ. നമ്മൾ കഴിച്ച് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓരോ പകുതി കുറച്ച് ശകലേ കുറയത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ കുറഞ്ഞ് നമ്മളറിയത്തില്ല. നമ്മൾ ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് 1 കിലോ 1.5 കിലോ ഒക്കെ കുറഞ്ഞു പോകും. അങ്ങനെ കുറയും ഈ ഇതുപോലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ. ഇത് ഹെൽത്തി ആണല്ലോ. നമ്മുടെ ശരീരത്തിന് ക്ഷീണമോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് അങ്ങോട്ട് വാരി വലിച്ച് തിന്നാനുള്ള ഒരു പ്രതീതി നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അതേപോലെ റാഗിപ്പൊടി കൊണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ന്യൂട്രിയൻ കൂടുതലുള്ള സാധനമാണ്. നമുക്ക് തടി കുറയാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ന്യൂട്രിയനാണ്. ആ ന്യൂട്രിയൻ കൂടുതലുള്ള സാധനമാണ് ഇത്. റാഗി മുത്താറി എന്നൊക്കെ പറയുന്ന റാഗി തന്നെ ആയിരിക്കുമല്ലേ. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി. അതേപോലെ കിനോവ എന്നും പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതും നല്ലതാണ് കേട്ടോ. അതായത് ചാമേരി കൊണ്ടും ഇതുപോലെയൊക്കെ ദോശയും ഉപ്പുമാവും എല്ലാം ഉണ്ടാക്കി തിന്നാം. നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഹെൽത്തി ആയിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ട് അഥവാ വെയിറ്റ് കുറയുണ്ടെങ്കിലും ഇതും ഉണ്ടാക്കിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെയിറ്റ് നമ്മുടെ ഒത്തിരി അങ്ങ് കുറഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.